പക്ഷേ കോഴിക്കോട് ദീപക് തർപ്പണം ചെയ്യുന്നു. ദീപക്, ബേപ്പൂരിൽ 83% ആണ്. 83% എന്ന് പറഞ്ഞാൽ വലിയ പോളിംഗ് ശതമാനമാണ്. അതിന്റെ എന്താണ് അവിടെ ഉണ്ടായ പോര് അത്രത്തോളം കടുത്ത പോരിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. അവിടെ മാത്രമല്ല, മലബാർ മേഖലയിൽ പൊതുവിൽ അക്ഷരാർത്ഥത്തിൽ തീവാറും പോരാട്ടങ്ങൾ ഉള്ള ഏറ്റവും ചുരുങ്ങിയത് 10 മണ്ഡലങ്ങളുണ്ട്. അത്രയ്ക്ക് തീവാറും പോരാട്ടം ഉണ്ട്. അതിന്റെ പ്രതിഫലനം ശതമാനത്തിൽ പ്രകടമാണ് അല്ലേ? 83.18 ബേപ്പൂരിലെ ഏറ്റവും ഒടുവിൽ വന്ന പോളിംഗ് ശതമാനം. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്. നമ്മൾ കോഴിക്കോട് ജില്ലയുടെ ആകെ നോക്കുമ്പോൾ 2837 പോളിംഗ് ബൂത്തുകളാണ് ആകെയുള്ളത്. ഇതിൽ 2593 പോളിംഗ് ബൂത്തുകളിലാണ് പോളിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അത് വരുമ്പോൾ തന്നെ 80.71% ഉയർന്നു. അതായത് 1987 റെക്കോർഡ് പോളിംഗ് ശതമാനം കേരളത്തിലുണ്ടായത്. അതിനേക്കാൾ വെല്ലുന്ന വിധത്തിലേക്ക് പോളിംഗ് ശതമാനം ഉയരും. പക്ഷേ എന്നാൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ പോളിംഗ് ശതമാനത്തെ കാണുന്നത് ഭയത്തോടെയല്ല. കാരണം SIR നടപ്പിലാക്കിയതിന് ശേഷമുണ്ടായ വലിയ മാറ്റമുണ്ട്. അതായത് ലക്ഷക്കണക്കിന് വോട്ടുകൾ, കോഴിക്കോട് ജില്ലയിൽ മാത്രം 2 ലക്ഷം വോട്ടുകളാണ് കുറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വോട്ടിൻ്റെ ഇരട്ടിപ്പ്, അതുപോലെ മരിച്ചത്, അങ്ങനെ പലതുമായി വോട്ടുകൾ കുറഞ്ഞപ്പോൾ ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതായത് വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തം മാത്രമല്ല, വോട്ടേഴ്സിൻ്റെ എണ്ണം പട്ടികയിൽ കുറഞ്ഞതുകൂടി ഈ പോളിംഗ് ശതമാനം ഉയർന്നതിൻ്റെ കാരണമാണ് എന്ന് പറയാൻ സാധിക്കും. അതായത് സാമ്പ്രദായിക കണക്കിൽ പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് UDF അനുകൂലം എന്ന് പറയാനുള്ള സാഹചര്യമല്ല ഇപ്പോഴെന്നുള്ളതാണ് വസ്തുത. അത് എല്ലാ രാഷ്ട്രീയ ക്യാമ്പുകളും 3 മുന്നണി ക്യാമ്പുകളും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ കോഴിക്കോട്ടെ കണക്കുകൾ മാത്രം നോക്കുകയാണെങ്കിൽ എല്ലാ മണ്ഡലത്തിലും പൊതുവിൽ വലിയ രീതിയിലുള്ള ശതമാനം ഉയർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വടകരയിലെ കണക്ക് മാത്രം പരിശോധിച്ചാൽ 79.21 വടകരയിൽ ഇനിയും പോളിംഗ് ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത മണ്ഡലങ്ങൾ ഏറെയാണ്. വടകര കഴിഞ്ഞ് നമ്മൾ അടുത്ത മണ്ഡലം പരിശോധിക്കുമ്പോൾ കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയിലും പോളിംഗ് ശതമാനം ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ 79.44. ഈ ക്രമത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നായി തുടരാൻ ഒപ്പം നിന്നതിന് നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 83% മുകളിലേക്ക് വരുന്നു. വലിയ പോളിംഗ് ശതമാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.